everyone, assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. Today's video is all about നമ്മൾ റമദാനിന് വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ കുറച്ച് സാധനങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമായിട്ട് കിച്ചൺ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ വീഡിയോ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. 2 days ബാക്ക് തന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ബോട്ടിൽസും വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി സാധനങ്ങൾ എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ബാലൻസ് വെച്ച കുറച്ച് കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ക്ലിപ്സൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല. ഈ ബോട്ടിൽസൊക്കെ ഞാൻ ഇന്നലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാ 2 monthsലും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. റമദാനിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തതൊന്നുമല്ല. പക്ഷേ റമദാനാവുമ്പോൾ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന പോലെയുള്ള ഒരു കാര്യമാണല്ലോ നനച്ചുള്ളി. അപ്പോൾ അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഡീപ്പ് ആൻഡ് നീറ്റ് ക്ലീനിങ്. മാക്സിമം എല്ലാ സാധനങ്ങളും ഡീപ്പായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് പാർട്ടാണ്. സോ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കിച്ചണിൽ ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് റീസ്റ്റോക്ക് ചെയ്തത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് എന്നൊക്കെയുള്ളതാണ്. പ്രീവിയസ് ഒരു 2 to 3 days ബാക്ക് തന്നെ നമ്മൾ നെസ്റ്റോളിൽ ലുലുലൊക്കെ പോയിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റമദാനിൽ വെരി സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനമാണ് അജ്വ ഡേറ്റ്സ്. നമ്മൾ അജ്വ റമദാനിന് മാത്രമല്ല അല്ലാണ്ടും കഴിക്കുന്നതാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒരുപാട് തവണ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് പറയാനുള്ളത് നമ്മൾ മുത്തുനബി കൈകൊണ്ട് നട്ടുപിടിപ്പിച്ച തൈയിൽ നിന്നുണ്ടായതാണ് അജ്വ ഡേറ്റ്സ്. അതല്ലാണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു വ്ളോഗ് ചെയ്യാം അതിനെപ്പറ്റി. മജ്ദൂൽ ഡേറ്റ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരെണ്ണം കഴിച്ചാൽ വയറ് നല്ല ഫില്ലായിട്ടിരിക്കുന്ന പോലെ തോന്നും. ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന 2 പ്രൊഡക്ട്സാണ് മജ്ദൂലും അജ്വ ഡേറ്റ്സും. ആൻഡ് മെയിനായിട്ടുള്ള സ്പൈസ് ബോട്ടിൽസൊക്കെ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തു. ഇത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലാസ് ജാർസാണ്. അപ്പോൾ അതിലൊക്കെ ഇതുപോലെ ആവശ്യത്തിനുള്ള സ്പൈസസൊക്കെ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഗ്ലാസ് ബോട്ടിലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു 2 years ആയി. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് എന്തായാലും ഡീപ്പായിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരിക്കും. ഇത് ഞാൻ ഡേ ടു ഡേന്ന് 2022 ലാസ്റ്റൊക്കെ ടൈമിൽ വാങ്ങിയതാണ്. ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 11.99 AD 12 AD അങ്ങനെ എന്തോ ആണ്. കറൻ്റ്ലി ഇത് കറാമ ഡേ ടു ഡേയിൽ അവൈലബിൾ ആണ്. ഗ്ലാസ് ജാർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ കേടുവന്ന് പോവുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് 4 pieces ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. റീസെൻ്റ്ലി എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ടൊന്ന് കണ്ണ് തെറ്റിയപ്പോൾ താഴെ വീണ് പൊട്ടിപ്പോയി. അതൊരു 2 to 3 times വീണിട്ടും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു വീഴ്ച ആയതുകൊണ്ട് അതങ്ങ് പൊട്ടിപ്പോയി. സോ തൽക്കാലം ഞാനിപ്പോൾ ഇതും 3 jars ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമറിക്, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡറും അതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറേജ് ജാർസും ഞാൻ വാങ്ങിയത് ഡേ ടു ഡേ കറാമയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഏകദേശം ആ ഒരു റേറ്റിൽ തന്നെയാണ് വരുന്നത് 11.99 AD. ഇത് 3 pieces ഉള്ളൂ. 3 piece സ്പൈസ് ജാർ സെറ്റ്. ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളുടെ ഹോൾ ക്യുമിൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ വറുത്തരച്ച കറികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് മസ്റ്റേർഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ കിച്ചണിൽ. ആൻഡ് ഇത് രണ്ടും വെച്ചിട്ട് തൽക്കാലം ഇത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഒന്ന് എംറ്റി ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അത് ഞാൻ വേറൊരു സ്പൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കറൻ്റ്ലി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഫില്ല് ചെയ്യുന്നില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഗ്ലാസ് ജാർസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട്. ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഹെൽത്ത് കോൺഷ്യസ് ഉള്ള എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മളാരും പെർഫെക്റ്റ് അല്ല. പക്ഷെ മാക്സിമം ചെയ്യുന്ന കാര്യങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെൽത്തി ഫ്രണ്ട്ലി ആയിട്ടുള്ള രൂപത്തിൽ ചെയ്യാന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ കറൻ്റ്ലി അൽഹംദുലില്ലാ ഞാൻ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ എല്ലാ ബോട്ടിൽസും ഗ്ലാസ് ജാർസാണ്. എനിക്കും പ്ലാസ്റ്റിക് ജാർസിൽ നിന്ന് ഗ്ലാസ് ജാറിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല ടൈം എടുത്തു. എല്ലാ ജാർസും ഒറ്റയടിക്ക് മാറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. സോ ഞാൻ പതിയെ ഒരു 1 year ഒക്കെ എടുത്തിട്ടാണ് മൊത്തത്തിലൊരു ഗ്ലാസ് ജാറിലേക്കുള്ള ഷിഫ്റ്റിംഗ് തന്നെ നടത്തിയത്. നിങ്ങൾ ആരെങ്കിലും ഇനിയും പ്ലാസ്റ്റിക് ജാർസ് യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കുക. അതിൻ്റെ ഒരു
ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് ആൻഡ് സ്ലോലി ഗ്ലാസ് ജാറിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇതിൽ ഞാൻ റമദാനിന് ആവശ്യമുള്ള എല്ലാ സ്പൈസസും അതിൻ്റെ കൂടെ നമുക്ക് ഗ്രോസറി ആയിട്ട് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പൈസസും ഗ്രോസറി ഐറ്റംസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ബേബി അബൂദിൻ്റെ ഓട്സ് ആണ്. മൂപ്പർക്ക് ഹോൾ ഓട്സ് ഭയങ്കര ഇഷ്ടമാണ്. വീക്കിലി ഒരു 2 to 3 times ഒക്കെ ഇപ്പോൾ ഓട്സ് കഴിക്കുന്നുള്ളൂ. ഇപ്പം ആൾ കുറച്ച് വലുതായതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കണ്ണൂരിലെ പത്തൽ പൊടി. ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ മലബാർ പത്തൽ പൊടിയാണ് വാങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ടേസ്റ്റി ഫുഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ പത്തൽ പൊടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ചുകൂടി നല്ല പത്തൽ പൊടി ബ്രാൻഡ് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ ഇൻഷാ അല്ലാ. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഫില്ല് ചെയ്യുന്നത് എൻ്റെ പത്തിരിപ്പൊടിൻ്റെ ജാറാണ്. ഇതൊക്കെ എപ്പോഴും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബോട്ടിലൊക്കെ റീസെൻ്റായിട്ട് വാഷ് ചെയ്തതുകൊണ്ട് പ്രത്യേകമായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള, കണ്ണൂരിലൊക്കെ പത്തൽ എത്രത്തോളം ഫേമസ് ആണോ അതുപോലെ എൻ്റെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പത്തിരിപ്പൊടി. നമുക്ക് നോമ്പിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നാട്ടിലാണെങ്കിൽ നല്ല വറുത്ത പച്ചരിൻ്റെ പത്തിരിപ്പൊടിയൊക്കെ ഒന്നിച്ച് കൊടുത്തയക്കും. പക്ഷേ ഇപ്പം നാട്ടിൽ നിന്ന് ആരും വരാനില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ടേസ്റ്റി ഫുഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പത്തിരിപ്പൊടിയാണ് വാങ്ങിയത്. പുട്ടുപൊടിയാണ് നെക്സ്റ്റ് ഞാൻ ഫില്ല് ചെയ്തത്. നോമ്പിന് ഒരു 10 to 15 days ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പത്തലും പത്തിരിയൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊന്ന് ബോറടിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് പുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുട്ടുപൊടി നമ്മൾ ഫില്ല് ചെയ്തത്. ഞാനിവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റൈസ് പാലക്കാടൻ മട്ട റൈസാണ്. നോമ്പിന് നമ്മൾ റൈസ് യൂസ് ചെയ്യുന്നത് കൂടുതലും അത്താഴത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഹസ്ബൻഡിന് അത്താഴം മസ്റ്റാണ്. ഞാൻ വളരെ ലൈറ്റായിട്ട് അത്താഴം കഴിക്കുന്ന ഒരാളാണ്. ചില സമയങ്ങളിൽ കഴിക്കാറുമില്ല. എൻ്റെ ഹസ്ബൻഡിന് അത്താഴം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേറ്റവും കൂടുതൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചോറാണ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. മോസ്റ്റ് ഓഫ് ദ എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചതുകൊണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പ്രൊഡക്റ്റ് ബാക്കിയായെന്നേ ഉള്ളൂ. ഇത് ബ്രോക്കൺ റൈസ്. ഞങ്ങളെ നാട്ടിൽ റമദാൻ ടൈമിൽ ഒരു കഞ്ഞി ഉണ്ടാക്കും. അത് ഈ ബ്രോക്കൺ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. ഇക്കാക്കൻ്റെ നാട്ടിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ഉണ്ടാക്കുന്ന കഞ്ഞി നമ്മളുടെ ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ 2 റൈസും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. 2 റൈസ് വെച്ചിട്ടുള്ള കഞ്ഞിയും ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ അങ്ങനെ മോസ്റ്റ് ഓഫ് ദ എല്ലാ ഗ്രോസറി ഫില്ലിങ്ങും ഒക്കെ ഫിനിഷായി. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നോമ്പിന് നമ്മൾ ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഓൾ പർപ്പസ് ഫ്ലോർ. കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ മസ്റ്റാണ് അല്ലേ. ഞാനിപ്പോൾ ഒരുപാട് കാലമായി ഓൾ പർപ്പസ് ഫ്ലോർ യൂസ് ചെയ്തിട്ട്, റമദാൻ ആയതുകൊണ്ട് വാങ്ങിയെന്ന് മാത്രം. ഓൾ പർപ്പസ് ഫ്ലോർ യൂസ് ചെയ്യാതെ വീറ്റ് ഫ്ലോർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്നാക്സും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഓൾ പർപ്പസ് ഫ്ലോർ വെച്ച് മാത്രം ഉണ്ടാക്കിയാൽ ടേസ്റ്റുള്ള കുറച്ച് സ്നാക്സ് ഉണ്ട്. അതിന് ഓൾ പർപ്പസ് ഫ്ലോർ മസ്റ്റാണ്. അതുകൊണ്ട് ഓൾ പർപ്പസ് ഫ്ലോറും ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1.5 hour കഴിഞ്ഞു. ഞാൻ നല്ല ടയേർഡായി. അതുകൊണ്ട് നമുക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോബെറി ജ്യൂസ് കുടിക്കാം. ഞാൻ ഏത് ജ്യൂസ് അടിക്കുമ്പോഴും ഷുഗറൊന്നും ആഡ് ചെയ്യാറില്ല. സോ ഇറ്റ്സ് എ വെരി പ്ലെയിൻ സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ഇത് കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഓൾ പർപ്പസ് ഫ്ലോറിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാർലി ഫ്ലോർ യൂസ് ചെയ്യാം. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് വീറ്റ് ഫ്ലോർ. പക്ഷേ ലൈറ്റായിട്ട് ഒരു ഡാർക്ക് ടേസ്റ്റ് വരുന്നത് ബാർലിക്കാണ്. ഇറ്റ്സ് റിയലി ഹെൽത്തി. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ബാർലി യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്. ചില സ്നാക്സിനൊന്നും ബാർലി ഓക്കേ അല്ല. സോ നന്നായിട്ട് അതിനെപ്പറ്റി അറിഞ്ഞിട്ട് മാത്രം ബാർലി ഫ്ലോർ വെച്ചിട്ട് സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഡിസാസ്റ്ററായിട്ട് മാറും. ഞാൻ ബാർലി ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നു. സോ എനിക്കിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 50 to 60% എനിക്കറിയാം എന്തിനൊക്കെ യൂസ് ചെയ്യാം, എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്തായാലും ഓൾ പർപ്പസ് ഫ്ലോർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഈ ഒരു റെസ്റ്റിംഗ് ടൈമിൽ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാവധാനം ബാക്കി ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഗ്രോസറി ഫില്ലിങ് ഓൾമോസ്റ്റ് ഫിനിഷായി അൽഹംദുലില്ലാ. നെക്സ്റ്റ് എനിക്കൊരുപാട് സ്പൈസസ്
പൗഡറായിട്ട് റീഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് ബേബി അബൂദിന് ഫുഡിൽ സ്ഥിരമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു മിക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നട്ട്സിൻ്റെ മിക്സാണ്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ടൈപ്പ് നട്ട്സും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂസ്, വാൾനട്ട്സ്, അതുപോലെ പിസ്ത, ബദം, പീനട്ട്സ് ആണ് ഇതിൽ മെയിനായിട്ടുള്ളത്. സോ പീനട്ട് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ആഡ് ചെയ്യാണ്ടിരിക്കുക, ഞാൻ അറിയാണ്ട് ആഡ് ചെയ്ത് പോയതാണ്. ആക്ച്വലി ഇത് ഓരോ ഐറ്റവും ഡിഫറെൻ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. പെർഫെക്റ്റ് ആയിട്ട് വേണം പീനട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനതിന്ന് കാഷ്യൂസും വാൽനട്ട്സും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് പീനട്ട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതാക്കിയതിൻ്റെ ശേഷം മാത്രമേ അത് സോട്ട് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നുള്ളൂ. സോ നെക്സ്റ്റ് ഞാൻ ആൽമണ്ട്സ് ആണ് എടുത്തത്. ഇതിനൊന്നും ഒരു പ്രത്യേക മെഷർമെൻ്റ് ഒന്നുമില്ല കേട്ടോ. പീനട്ട്സ് ആണ് കുറച്ച് അധികം എടുക്കേണ്ടത്, അത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യുന്ന നട്ട്സുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നട്ട്സും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഓട്സ് പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ബദാം മിൽക്ക് ഷേക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾ ഓട്സ് ആഡ് ചെയ്യുന്ന പോലെ ഇതിലും നമുക്ക് ഹോൾ ഓട്സ് ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ കറൻ്റ്ലി എന്തായാലും ഹോൾ ഓട്സ് ആഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഓട്സും റാഗി പോലുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുക്കൽ. സോ എനിക്ക് ഓട്സ് ഇതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. ഫസ്റ്റ് ഞാൻ പീനട്ട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ലുലുലും നെസ്റ്റോലും ഒക്കെ നമുക്ക് റോസ്റ്റഡ് പീനട്ട്സ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ അൺറോസ്റ്റഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അൺറോസ്റ്റഡ് എടുത്തത്. റോസ്റ്റഡ് പീനട്ട്സ് ആണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും, കുറച്ചുകൂടി ഈസി ആയിരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സോ പീനട്ട്സ് ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാൽനട്ട്സും കാഷ്യൂസും ആണ്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഈ വാൽനട്ടും കാഷ്യൂസും ഒക്കെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ലൈറ്റായിട്ടൊരു നല്ല സ്മെല്ല് വരും. അപ്പം നമ്മൾ ഓഫ് ചെയ്യുക. ഒത്തിരി കറുത്ത കളറാവാൻ നിൽക്കണ്ട. വളരെ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂൾ ഡൗൺ ആയതിൻ്റെ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മിക്സ് ബേബി അബൂദിന് ഞാൻ 6 മന്ത് കഴിഞ്ഞത് മുതലേ യൂസ് ചെയ്യുന്നുണ്ട്. ഇടയിലൊന്നൊരു 3 to 4 മന്ത് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിക്സ് കഴിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, മോന് നല്ല സ്ലിമ്മായിരുന്നു. എത്ര ഫുഡ് കഴിച്ചാലും അത് ബോഡിയിൽ കാണാത്ത പോലെ വളരെ വയേർഡായി തുടങ്ങിയപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് മോന് ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതാണ്. ഇത് കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് മോൻ്റെ വെയിറ്റിലൊക്കെ നല്ല കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായത്. സോ നിങ്ങളുടെ കുട്ടികളും ഇതുപോലെ വെയിറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു ഫുഡ് കൊടുക്കുന്നത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പോലുള്ള ഒരുപാട് നല്ല ഹെൽത്തി ചേഞ്ചസ് അവരുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിച്ചണിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്പൈസ് പൗഡേഴ്സൊക്കെ എംപ്റ്റി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ ഹോൾ ക്യുമിനാണ് എടുത്തത്. അതൊന്ന് ലൈറ്റ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പാസ്ത പോലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ചില്ലി ഫ്ലേക്സ്. സോ ചില്ലി ഫ്ലേക്സ് കൂടുതൽ ആൾക്കാരും നെസ്റ്റോലും ലുലുന്നും ഒക്കെ ഡയറക്റ്റ് നമുക്ക് ബോട്ടിലായിട്ട് വാങ്ങാൻ കിട്ടും. എനിക്ക് കുറച്ചുകൂടി ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളിതുപോലെ വീട്ടിൽ നിന്ന് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ്. ഇതൊന്ന് ലൈറ്റായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഹോം മെയ്ഡ് പ്രൊഡക്ട്സിന് എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാൻ വളരെയധികം ഹോം മെയ്ഡ് പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യലും എപ്പോഴും ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളുമാണ്. അത് സ്പൈസസ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എന്തും. നെക്സ്റ്റ് ഇക്കാക്കൻ്റെ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഞ്ഞിയുണ്ട് നോമ്പിന് ഉണ്ടാക്കുന്ന. ആ ഒരു കഞ്ഞിക്ക് ജീരകശാല റൈസിൻ്റെ കൂടെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുപയർ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് ചെറുപയറിൻ്റെ ആ ഒരു ഗ്രീൻ കളറ് പോകുന്നവരെ ഒന്ന് ലൈറ്റായിട്ട് ബ്രൗണിഷ് ആവുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. റോസ്റ്റ് ആയതിൻ്റെ ശേഷം ഓഫ് ചെയ്തിട്ട്
നന്നായിട്ട് തണയാൻ വെക്കുക. എന്നിട്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്തിട്ടെടുത്താൽ അത് നന്നായിട്ടൊരു സ്റ്റിക്കി ഫോമിലായിരിക്കും കിട്ടൽ. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ചെറുപയറിൻ്റെ പുറത്തുള്ള എല്ലാ വേസ്റ്റ് പ്രൊഡക്ട്സും ജസ്റ്റ് ഒന്ന് പാറ്റിക്കളയണം. എന്നാൽ മാത്രമേ കഞ്ഞി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ ഇതിപ്പം നന്നായിട്ടൊന്ന് ലൈറ്റ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് ആകുമ്പോഴേക്കും അത് റെഡിയാവും. ഇനി നമ്മൾ ഫുൾ റോസ്റ്റ് ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. മോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മിക്സ് നന്നായിട്ട് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. അത് ഞാൻ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 1 year താഴെയുള്ള ബേബീസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല പൗഡർ ഫോമിൽ തന്നെ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് അവരെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് അവർക്ക് ടൂത്തൊന്നും വരാത്തതുകൊണ്ട് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ വളരെ സ്മോൾ ആയതുകൊണ്ടും അവർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പൗഡർ ഫോം ഫുഡ്സ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി ടോഡ്ലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ബിക്കോസ് ഓൾറെഡി അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ 1 yearനേക്കാളും കുറച്ചുകൂടി ഓക്കെ ആയിരിക്കുമല്ലോ. സോ ബേബി അബൂദിനെ ഞാൻ വളരെ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടേ ഉള്ളൂ. വളരെ സ്മൂത്ത് ടെക്സ്ചറിലാക്കിയിട്ടില്ല. ചെറുപയർ നന്നായിട്ട് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. അതും നമുക്കിതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ചെറുപയർ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റൈസിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് പൗഡർ ഫോമിൽ ആവരുത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ബൈ പീസസ് ആയി ബ്രോക്കൺ പീസസ് പോലെ കിടക്കുന്നതായിരിക്കും നല്ലത്. റോസ്റ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് ബ്ലെൻഡ് ചെയ്താൽ ആ ഒരു കഞ്ഞിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടൂല. റോസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ചെറുപയറിൻ്റെ ടേസ്റ്റും സ്മെല്ലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിനിപ്പോൾ ബ്ലെൻഡറിൽ ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ചെറിയൊരു ചൂടുണ്ട്. അതൊന്ന് കൂൾ ഡൗൺ ആയതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് പാറ്റിക്കളയണം. എന്നാൽ മാത്രമേ കഞ്ഞിയിൽ വളരെ സ്മൂത്ത് ടെക്സ്ചറായിട്ട് ഈ ഒരു ചെറുപയർ കിടക്കുള്ളൂ. റമദാനിന് കിച്ചണിൽ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു ഒരു 2 to 3 years ബാക്ക്. സോ 2 to 3 years ബാക്ക് ഞാൻ ഒരു പ്രാവശ്യം റിയലൈസ് ചെയ്തതാണ്, കിച്ചണിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഓരോരോ പ്രൊഡക്ട്സും തീരുമ്പോൾ അത് ബ്ലെൻഡ് ചെയ്യാനും അത് ഗ്രൈൻഡ് ചെയ്യാനും ഒക്കെ നിൽക്കുന്നതുകൊണ്ടാണ്. സോ എൻ്റെ വർക്ക് കുറച്ചുകൂടി ഈസി ആക്കൽ എങ്ങനെയാണെന്നൊന്ന് ലൈറ്റായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരേ ഒരു മാർഗ്ഗമായിരുന്നു റമദാനിന് നമ്മൾ ഏറ്റവും കൂടുതൽ നോർമലി യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിനേക്കാളും കുറച്ചുകൂടി അധികം നല്ല ഫുഡ് ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യും. സോ ആ ഒരു ഫുഡ് ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് റൈറ്റപ്പ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്യാനുള്ളത് വേറെയും സ്റ്റോക്ക് ചെയ്യാനുള്ളത് വേറെയും അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടെടുത്തു. എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയി. സോ വർക്കിംഗ് വുമൻസ് ഒക്കെ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റമദാൻ ഡേയ്സിൽ ടൈം ഒത്തിരി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. സോ ഇതാണ് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത ചെറുപയർ. പാറ്റി കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് എടുത്തതാണ്. ടോട്ടലി നന്നായിട്ട് പൗഡർ ഫോമിൽ ആക്കരുത്. ഇതിപ്പോൾ ഒന്ന് പാറ്റി കഴിഞ്ഞിട്ട് നമുക്കതൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് റൈസിൻ്റെ കൂടെ ഇതും ഇട്ടിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കൽ. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. റമദാൻ്റെ പ്രീവിയസ് വീക്കിൽ ഏതെങ്കിലും ഒരു ഡേയിൽ ഒരു 3 to 4 hours നിങ്ങൾ ഇതുപോലെ റീസ്റ്റോക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഹോൾ റമദാൻ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. സോ നിങ്ങൾ ആരെങ്കിലും ടൈമില്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഇതുപോലെ റീസ്റ്റോക്ക് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ സ്പൈസ് ജാർ സെറ്റ് ഞാൻ ഒന്നുകൂടി റീചെക്ക് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും മിസ്സായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഗെയിൻ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള റീസ്റ്റോക്കൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു 1 week ബാക്കെങ്കിലും റൈറ്റപ്പ് പ്ലാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുക. പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 to 4 hours എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ ഒരു കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദ എൻഡ്. താങ്ക് യു.